ദൈവകരുണയ്ക്കായി നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് പാപ്പയുടെ ഈ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഈ നോമ്പുകാലം കൂടുതൽ ഫലപ്രദമായി വരുവാൻ നമുക്ക് അഖണ്ഡ ജപമാല, കരുണയുടെ ജപമാല ചൊല്ലിക്കൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്കും സഭയിലേക്കും പൊതുസമൂഹത്തിലേക്കും മഴ പോലെ പെയ്തിറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിനു വേണ്ടി, ആഗോള സഭയ്ക്കു വേണ്ടി, നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി, മിഷൻ രൂപതകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ബാലസൂർ രൂപതയ്ക്ക് വേണ്ടി കൂടുതൽ ദൈവവിളി ഉണ്ടാകുവാൻ, 25ാം വർഷത്തിലേക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ കണ്ണൂർ രൂപതയ്ക്ക് വേണ്ടി, ഇവിടെയുള്ള ദൈവജനത്തിനു വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ 4165 പേർ ഈ നോമ്പുകാലം തുടങ്ങുന്ന വിഭൂതി ബുധൻ്റെ ആദ്യ ദിവസം മുതൽ പെസഹ വ്യാഴം വരെ നമുക്ക് തുടർച്ചയായി കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയുവാൻ, ഒരു കാരുണ്യത്തിൻ്റെ സംസ്കാരം നമുക്ക് സൃഷ്ടിക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.